അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ മൂന്നാമത്തെ സെഷനിലെ 6ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൂറത്തുൽ മുത്തഫിഫീനിലെ 16, 17, 18 വചനങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ثم إنهم لصالو الجحيم ثم يقال هذا الذي كنتم به تكذبون كلا إن كتاب الأبرار لفي عليين. ഇനി ആദ്യമായി നമുക്കതിലെ 16, 17 വചനങ്ങളുടെ അർത്ഥവും അതിൻ്റെ വിശദീകരണങ്ങളും നോക്കാം. സുമ്മ ഇന്നഹും ലസാലുൽ ജഹീം. ആയത്തിൻ്റെ അർത്ഥം, പിന്നീട് അവർ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ കടന്നെരിയുന്നവരാകുന്നു. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ, ഇന്നഹും തീർച്ചയായും അവർ, നിശ്ചയമായും അവർ, ലസാലു കടന്നെരിയുന്നവർ തന്നെ. തന്നെ എന്ന അർത്ഥം വരുന്നത് ല എന്ന പദത്തിൽ നിന്നാണ്. അപ്പോൾ ലസാലു ശരിക്കാ പദം സ്വാലൂന എന്നാണ്. ജഹീം എന്ന പദത്തിലേക്ക് ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ്, ചേർക്കുന്നത് കൊണ്ടാണ് നൂന് നഷ്ടപ്പെടുകയും ശേഷം സോലു എന്ന് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ലസോലു എന്ന് പറഞ്ഞാൽ അവർ കടന്നെരിയുന്നവർ തന്നെ. അൽ ജഹീം ജ്വലിക്കുന്ന അഗ്നിയിൽ. നരകത്തിൻ്റെ നാമമാണ് ജഹീം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് ചർച്ച ചെയ്യുകയുണ്ടായി. ശേഷം 17ാമത്തെ വചനം, സുമ്മ യുഖാലു ഹാദല്ലദീ കുന്തും ബിഹി തുകദ്ദിബൂൻ. പിന്നീട് പറയപ്പെടും, ഇതാണ് നിങ്ങൾ നിഷേധിച്ചു തള്ളിക്കൊണ്ടിരുന്ന കാര്യമെന്ന്. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ, യുഖാലു പറയപ്പെടുന്നതാണ്, ഹാദ ഇതാകുന്നു, അല്ലദീ യാതൊന്ന്, അപ്പോൾ ഹാദല്ലദീ ഇതാകുന്നു അത്, കുന്തും ബിഹി നിങ്ങൾ അതിനെ ആയിരുന്നു, കുന്തും എന്ന് പറഞ്ഞാൽ നിങ്ങളായിരുന്നു, ബിഹി അതിനെ, തുകദ്ദിബൂൻ വ്യാജമാക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ കളവാക്കുന്നവർ, നിഷേധിച്ച് തള്ളുന്നവരായിരുന്നു എന്നാണ്. അപ്പോൾ കുന്തും തുകദ്ദിബൂന എന്നാണ് ചേർത്ത് വായിക്കേണ്ടത്. തുകദ്ദിബൂൻ എന്ന് മാത്രം അർത്ഥം പറയുകയാണെങ്കിൽ നിഷേധിച്ച് തള്ളുന്നു അല്ലെങ്കിൽ നിഷേധിച്ച് തള്ളും എന്നൊരർത്ഥമാണ് വരിക. കുന്തും എന്ന് പറയുമ്പോഴാണ് അത് ഭൂതകാലത്തേക്ക് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ തുകദ്ദിബൂൻ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കുന്തും എന്ന് ചേർന്ന് വരുമ്പോൾ അത് നേരെ ഭൂതകാലത്തേക്ക് മാറുകയും ചെയ്യുന്നു. കുന്തും തുകദ്ദിബൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ വ്യാജമാക്കിയിരുന്നു. അപ്പം നിങ്ങൾ വ്യാജമാക്കിയിരുന്ന കാര്യം അത് ഇതാ നിങ്ങളുടെ മുന്നിൽ വന്നെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ഇമാം തബരി റഹ്മഹുല്ല പറയുകയാണ്, യഖൂലു തആല ദിക്റുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുമ്മ ഇന്നഹും ലവാരിദുൽ ജഹീം. അഥവാ അന്ത്യനാളിനെയും അതിൻ്റെ സംഭവ വികാസങ്ങളെയും എല്ലാം കളവാക്കുകയും നിഷേധിച്ച് തള്ളുകയും ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചാണല്ലോ തൊട്ടു മുമ്പ് ചർച്ച ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ആ ആളുകൾ അവരെല്ലാവരും തന്നെ നരകത്തിൻ്റെ വക്കിലേക്ക് എത്തുന്നതാണ്. ഫ മഷ്വിയൂന ഫീഹ, ആ നരകത്തിലേക്ക് അവർ കടക്കുകയും അതിൽ കടന്നെരിയുകയും ചെയ്യുന്നതാണ്. മഷ്വിയൂന എന്ന് പറഞ്ഞാൽ അവർ അതിൽ എരിഞ്ഞ് കരിഞ്ഞു മാറുന്നതാണ് എന്നാണ്. മാത്രമല്ല അതിനുശേഷം സുമ്മ യുഖാലു അവരോട് പറയപ്പെടുകയും ചെയ്യും, ഹാദല്ലദീ കുന്തും ബിഹി തുകദ്ദിബൂൻ, ഇതാണ് നിങ്ങൾ മുമ്പ് കളവാക്കിയിരുന്ന ആ കാര്യമെന്ന്. അഥവാ സുമ്മ യുഖാലു ലിഹാഉലാഇൽ മുകദ്ദിബീന ബിയൗമിദ്ദീൻ, ഇഹലോകത്ത് വെച്ച് അന്ത്യനാളിനെ കളവാക്കുകയും പരലോകത്ത് നിഷേധിക്കുകയും ചെയ്ത ആളുകളോട് പറയും, നീ അന്ന് നിഷേധിച്ചിരുന്ന കാര്യമാണ് ഇത് നീ ആസ്വദിച്ചു കൊള്ളുക എന്ന് അയാളോട് പറയുമെന്നാണ്. ഹാദൽ അദാബുല്ലദീ അൻതും ഫീഹിൽ യൗം, ഇന്ന് നീ നിലകൊള്ളുന്ന ഈ ഒരു ശിക്ഷ, ഇതിനെയാണ് നീ അന്ന് നിഷേധിച്ചത് എന്ന് പറയും. ഹുവൽ അദാബുല്ലദീ കുന്തും ഫിദ്ദുന്യാ തുഖ്ബറൂന അന്നകും ദാഇഖൂഹു, ഈ ശിക്ഷ നീ ആസ്വദിക്കുമെന്നാണ് ദുനിയാവിൽ വെച്ച് നീ വൃത്താന്തം അറിയിക്കപ്പെട്ടത് എന്ന് അയാളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഫതുകദ്ദിബൂന ബിഹി, നിങ്ങൾ അതിനെ കളവാക്കി കളഞ്ഞല്ലോ, വതുൻകിറൂനഹു, അതിനെ നിങ്ങൾ നിഷേധിച്ച് കളഞ്ഞല്ലോ, അതുകൊണ്ട് ഫദൂഖൂഹുൽ അൻ, ഇന്ന് നിങ്ങൾ അതിനെ ആസ്വദിച്ചു കൊള്ളുക, ഫഖദ് സ്വലൈതും ബിഹി, നിങ്ങൾ അതിൽ കടന്നെരിഞ്ഞു കൊള്ളുക എന്നവരോട് പറയപ്പെടുന്നതാണ് എന്നാണ്. ഇനി അതിനുശേഷം ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറയുന്ന കാര്യങ്ങൾ നോക്കാം. സുമ്മ ഇന്നഹും ലസാലുൽ ജഹീം എന്ന് പറഞ്ഞാൽ ഐ മുലാസിമുഹാ വ മുഹ്തരികൂന ഫീഹാ ഗൈറു ഖാരിജീന മിൻഹാ, അതിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെ
നിങ്ങൾ അതിൽ തുടർച്ചയായി ശിക്ഷ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ഒരൊറ്റ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ തീർന്നു പോവുകയില്ല, മറിച്ച് അതെങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ. സൂറത്തു നിസാഇൽ 56-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഓരോ തവണ അവരുടെ തൊലി അതിങ്ങനെ ഉരുകി ഇല്ലാതായി പോകുമ്പോൾ, പഴുത്തൊലിച്ച് അത് കത്തി ഇല്ലാതായി മാറുമ്പോൾ വീണ്ടും പുതിയ തൊലി അള്ളാഹു സുബ്ഹാനഹു തആല ശിക്ഷ അവർ ആസ്വദിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവർ അനുഭവിക്കുവാൻ വേണ്ടി അത് മാറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുമെന്നാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിൽ നമുക്ക് കാണാം, വകുല്ലമാ ഖബത് സിദ്നാഹും സഈറ. ആ നരകം ഇങ്ങനെ അണഞ്ഞു വരുമ്പോൾ വീണ്ടും അതിൻ്റെ എരിതിരി അള്ളാഹു സുബ്ഹാനഹു തആല അധികരിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്നാണ്. അപ്പോൾ അതെല്ലാം തന്നെ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തികൾ അവർ ആ ശിക്ഷ കഠിനമായ രീതിയിൽ തന്നെ അനുഭവിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ്. ഇനി ഈ ആയത്തിൽ പറഞ്ഞ ജഹീം എന്ന പദം, ജഹീം എന്ന് പറഞ്ഞാൽ അത് നരകത്തിന്റെ പേരാണെന്നും അതേപോലെ തന്നെ വയുഖാലു അൽ ജഹീമു അൽ ബാബുർ റാബിഉ മിനന്നാർ, നരകത്തിന്റെ 4ാമത്തെ കവാടത്തിന്റെ പേരാണ് എന്നും ഒക്കെ തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു തആല അലം. പിന്നെ അതിനുശേഷം വീണ്ടും ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറയുകയാണ്, സുമ്മ യുഖാലു ലഹും എന്നവിടെ പറയുന്നത് അതിന് മറ്റൊരു രീതിയിൽ അർത്ഥം നൽകപ്പെട്ടതായിട്ട് കാണാം. ഐ തഖൂലു ലഹും ഖസനതു ജഹന്നം, നരകത്തിന്റെ അതിന്റെ മസ്ഊലിയത്ത്, ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട നരകത്തിന്റെ ആളുകൾ, അതിന്റെ മലക്കുകൾ, ആ മലക്കുകൾ അവരോട് പറയുമെന്നാണ്. ഹാദല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, അഥവാ റസൂലുള്ളാഹി ഫിദ്ദുനിയ, ദുനിയാവിൽ പ്രവാചകന്മാർ, അള്ളാഹുവിന്റെ ദൂതന്മാർ നിങ്ങൾക്ക് അറിയിച്ചു തന്ന ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ കളവാക്കി കളഞ്ഞില്ലേ, അതിന്റെ ഫലമാണിത്, അല്ലെങ്കിൽ ആ കളവാക്കി കളഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മലക്കുകൾ അവരോട് പറയുന്നതായിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറയുന്നുണ്ട്. ഇനി നമുക്കതിന് ശേഷം ആധുനിക പണ്ഡിതനായ ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല പറഞ്ഞു വെച്ച കാര്യങ്ങൾ നോക്കാം. സുമ്മ ഇന്നഹും ലസാലുൽ ജഹീം എന്ന് പറഞ്ഞാൽ ഇന്ന ഹഉലാഇൽ ഫുജ്ജാർ ലസാലുൽ ജഹീം, അഥവാ ഈ തെമ്മാടികളായുള്ള ആളുകൾ, അള്ളാഹുവിനെ നിഷേധിച്ച് നടന്ന ഈ വ്യക്തികൾ നരകത്തിൽ കടന്നെറിയുന്നതാണ്. യസ്ലൗനഹ എന്ന് പറഞ്ഞാൽ യസ്ലൗന ഹറാറതഹ വഅദാബഹ, അതിൽ കടന്നെറിയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചൂടും അതിലുള്ള അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള ശിക്ഷയിലേക്കും അവർ കടന്നെറിയുമെന്നാണ്. നസ്അലുല്ലാഹൽ ആഫിയ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിനുശേഷം സുമ്മ യുഖാലു എന്ന് പറഞ്ഞതിന് അദ്ദേഹം നൽകുന്ന വിശദീകരണം, അഥവാ തഖ്രീഅൻ ലഹും വതൗബീഖൻ, അവർക്ക് നിന്ദ്യതയായിക്കൊണ്ടും അതേപോലെ തന്നെ അവരെ പേടിപ്പിക്കുവാനും വേണ്ടി അവരോട് പറയപ്പെടും എന്നാണ്. എന്താണ് ആ പറയപ്പെടുന്നത്? ഹദല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, അവർക്കിനി ഒഴിഞ്ഞു മാറുവാൻ ഒരു മാർഗവുമില്ല, അവർ കളവാക്കിയ കാര്യം ഇതാ നിങ്ങൾ ആസ്വദിച്ചോളൂ എന്നുള്ള രീതിയിൽ അവരെ പേടിപ്പിക്കുകയും അതേപോലെ തന്നെ അവർക്കുള്ള നിന്ദ്യതയായിക്കൊണ്ടുമാണ് അപ്രകാരം അവരോട് പറയപ്പെടുന്നത് എന്നാണ്. അതിനാൽ തന്നെ അത് പറയപ്പെടുമ്പോൾ ഫയജ്തമിഉ അലൈഹിമുൽ അദാബുൽ ബദനിയ്യു വൽ അലമുൽ ബദനിയ്യു ബിസ്വല്ലിന്നാർ, അഥവാ നരകത്തിലേക്ക് അവർ കടന്നെറിയുമ്പോൾ അത് ശാരീരികമായിക്കൊണ്ടും മാനസികമായിക്കൊണ്ടും അവർക്കത് വലിയ രീതിയിലുള്ള ശിക്ഷ തന്നെ ആയി മാറുന്നതാണ്. കാരണം ശാരീരികമായിക്കൊണ്ട് എന്തായാലും അവർക്ക് ശിക്ഷ ഉണ്ടായിരിക്കും, അതിൻ്റെ അപ്പുറം മാനസികമായുള്ള ശിക്ഷയും അവർക്കുണ്ടായിരിക്കും. അതെങ്ങനെയാണ്? സ്വാഭാവികമായും അന്ന് ഞാനത് സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നുള്ള വിഷമം അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നാണ്. വകദാലികൽ അദാബുൽ ഖൽബിയു ബിത്തൗബീഖ് തൻദീമു ഹൈസു യുഖാൽ ഹാദല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, അഥവാ ഇതാണ് നിങ്ങൾ കളവാക്കിയിരുന്ന ആ നരകം, അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ കളവാക്കിയിരുന്ന ആ ശിക്ഷ എന്ന് അവരോട് പറയുമ്പോൾ അത് അവരുടെ മനസ്സിൽ കൂടുതൽ പേടിയും കൂടുതൽ സങ്കടവും ദുഃഖവും അതുണ്ടാവുകയും അതുമൂലം അവർക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യും. അതൊരു ശിക്ഷയായിക്കൊണ്ട് തന്നെ നമുക്ക് കാണുവാനും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ായി അവർക്ക് അനുഭവപ്പെടുമെന്ന് സൂറത്തുൽ അൻആമിൽ 27-ാമത്തെ വചനത്തിലൂടെ അവർ പ്രഖ്യാപിക്കുന്നതായിക്കൊണ്ട്, അവർ വിളിച്ചു പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബു ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങളുടെ നാശമേ, ഇഹലോകത്തേക്ക് ഞങ്ങളെ ഒന്ന് അയച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വലാ നുകദ്ദിബു ബിആയാതി റബ്ബിന, ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾ ഒരിക്കലും കളവാക്കുകയില്ല. വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ മുഅ്മിനീങ്ങളായി മാറിക്കൊള്ളാം എന്നവർ ദുഃഖഭാരത്താൽ ഉറക്കെ വിളിച്ചു പറയുമെന്നാണ്. സൂറത്തുൽ അൻആമിലെ തന്നെ 28-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുകയാണ്, ബൽ ബദാലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബൽ വലൗ റുദ്ദൂ ലആദൂ ലിമാ നുഹൂ അൻഹു വഇന്നഹും ലകാദിബൂൻ.
അല്ല, അവർ മുമ്പ് മറച്ചു വെച്ച കാര്യം, അവർ കളവാക്കിയ കാര്യം ഇപ്പോഴവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ വല ഉറുദ്ദു, ഇനി അവർ മടക്കപ്പെടുകയാണെങ്കിൽ തന്നെ ലആദു ലിമാനുഹു അൻഹു വഇന്നഹും ലകാദിബൂൻ, മുൻപുണ്ടായിരുന്ന അതേപോലെ തന്നെ ആ നിരോധിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് അവർ തിരിഞ്ഞു നടക്കുന്നതാണ്, അവർ കള്ളം പറയുകയാണ് ചെയ്യുന്നത് എന്ന് അവർക്ക് മുന്നിൽ പറയപ്പെടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെയും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിലുള്ള ഓരോ കാര്യങ്ങളും അന്ത്യനാളിനെയും പരലോകത്തെയും ഒക്കെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് ഈ രീതിയിൽ അവരോട് പറയപ്പെടുകയും മാനസികവും ശാരീരികവുമായുള്ള ശിക്ഷ അത് അവർ അനുഭവിക്കുകയും ചെയ്യുമെന്നാണ് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി അതിന് നേരെ വിപരീതമായിക്കൊണ്ട് സത്യവിശ്വാസികളെയും അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെയും സംബന്ധിച്ച് അല്ലാഹു ശേഷമുള്ള വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് നോക്കാം. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ. ആയത്തിന്റെ അർത്ഥം നിസ്സംശയം പുണ്യവാന്മാരുടെ രേഖ ഇല്ലിയൂനിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. കല്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേണ്ട അല്ലെങ്കിൽ നിസ്സംശയം, സാന്ദർഭികമായിക്കൊണ്ട് അതിന് മലയാളത്തിൽ അർത്ഥം നൽകാവുന്നതാണ്. ഇന്ന തീർച്ചയായും കിതാബൽ അബ്റാർ, കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം, അൽ അബ്റാർ പുണ്യവാന്മാരുടെ, കിതാബുൽ അബ്റാർ പുണ്യവാന്മാരുടെ അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥം ലഫി ഇല്ലിയീൻ, ഇല്ലിയീനിൽ തന്നെയാണ് ഉണ്ടായിരിക്കുക. എന്താണ് ഇല്ലിയീൻ എന്നുള്ളത് നമുക്ക് ശേഷം വിശദീകരിക്കാം. വിശദീകരണത്തിലേക്ക് കടക്കാം. ഇബ്നുൽ ജൗസി റഹ്മഹുല്ല പറയുകയാണ്, കല്ലാ എന്ന് പറഞ്ഞാൽ ഐ ലാ യുഅ്മിനു ബിൽ അദാബില്ലദീ യസ്ലാഹു, അഥവാ കഴിഞ്ഞ വചനത്തിന്റെ ഒരു അവസാനം കൂടിയായിക്കൊണ്ടാണ്, അതിന്റെ ആ ഒരു സംസാരത്തിന്റെ എൻഡിങ് കൂടിയായിക്കൊണ്ടാണ് കല്ല എന്നതിന് അദ്ദേഹം അർത്ഥം നൽകിയിട്ടുള്ളത്. അഥവാ നേരത്തെ പറഞ്ഞ ആ കാര്യം ലാ യുഅ്മിനു ബിൽ അദാബില്ലദീ യസ്ലാഹു, അവർ മടക്കപ്പെടുവർ കടന്നെരിഞ്ഞ ഈ ശിക്ഷയിൽ അവർ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ്. ശേഷം സുമ്മ അഅ്ലമ ഐന മഹല്ലു കിതാബിൽ അബ്റാർ, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല അബ്റാറുകളുടെ പുണ്യവാന്മാരുടെ കിതാബ് എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഫഖാല തആല അത് ലഫി ഇല്ലിയീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു തന്നു അത് ഇല്ലിയീനിലാണ് ഉള്ളത്. ഇല്ലിയീൻ എന്താണ് എന്ന് ധാരാളം ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ചുരുങ്ങിയ രീതിയിൽ ഇബ്നുൽ ജൗസി റഹ്മഹുല്ല അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. വഫീഹാ സബ്അതു അഖ്വാൽ, അത് 7 അഖ്വാലുകളായിക്കൊണ്ട് 7 അഭിപ്രായങ്ങളായിക്കൊണ്ട് അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഒന്നാമത്തേത് അഹദുഹാ അന്നഹൽ ജന്ന, അത് സ്വർഗമാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. റവാഹു അതാ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം അതാ റഹിമഹുള്ളയാണ് ഈ രീതിയിൽ വിശദീകരണം പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം വസ്സാനി അന്നഹു ലൗഹുൻ മിൻ സബർജദത്തിൻ ഖദ്റാഅ മുഅല്ലഖുൻ തഹ്തൽ അർശി ഫീഹി അഅമാലുഹും മക്തൂബത്തുൻ, അഥവാ അർശിന്റെ ചുവട്ടിലുള്ള ഒരു പ്രത്യേക സ്ഥലത്താണ് ആ ഒരു ലൗഹ് ഉള്ളത്, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളുടെ പുണ്യവാന്മാരുടെ ഗ്രന്ഥം അത് സൂക്ഷിക്കപ്പെടുന്നത് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം. അതും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്നതായിക്കൊണ്ട് നമുക്ക് കാണാം. മൂന്നാമത്തേത് അന്നഹ സമാഉ സാബിഅ, മൂന്നാമത്തെ അഭിപ്രായം അത് 7ാം ആകാശമാണ് എന്നാണ്. വഫീഹാ അർവാഹുൽ മുഅ്മിനീൻ, അവിടെയാണ് മുഅ്മിനീങ്ങളുടെ അർവാഹുകളുള്ളത്, ആത്മാക്കളുള്ളത് എന്നും പറയപ്പെടുന്നുണ്ട്. ഖാലഹു കഅബുൻ വഹുവ മദ്ഹബു മുജാഹിദ് വബ്നു സൈദ്, ഇപ്രകാരമാണ് ഇമാം കഅബും ഇമാം മുജാഹിദും ഇമാം ഇബ്നു സൈദും എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തതായി കാണാൻ കഴിയുന്നത്. നാലാമത്തേത് അന്നഹ ഖായിമത്തുൽ അർശിൽ യുംന, അത് അർഷിന്റെ വലത്തെ ഭാഗമാണ് അല്ലെങ്കിൽ വലതു ഭാഗത്തുള്ള വിശാലമായുള്ള പ്രദേശമാണ് എന്നും റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഖതാദയാണ് അപ്രകാരം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഇമാം മുഖാത്തിർ റഹ്മഹുല്ല പറയുന്നതായി കൊണ്ടും കാണാം സാഖുൽ അർഷ്, അത് അർഷിന്റെ താഴ്ഭാഗമാണ് എന്നൊക്കെ പറയുന്നതായി കാണാൻ സാധിക്കും. ഖാമിസത്തു അഞ്ചാമതായിക്കൊണ്ട് അന്നഹു സിദ്റത്തുൽ മുൻതഹ, അത് സിദ്റത്തുൽ മുൻതഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ കണ്ട ആ ഒരു പ്രദേശമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി കാണാൻ സാധിക്കും. ഇമാം ലഹാഖ് റഹ്മത്തുള്ളാഹിയാണ് പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അസ്സാദിസു ആറാമത്തേത് അന്നഹു ഫി ഉലുവിൻ വസുഊദിൻ ഇലല്ലാഹി തആല അസ്സ വജൽ, അത് അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്കുള്ള കയറ്റമാണ് അല്ലെങ്കിൽ ആ ഒരു ഉയർച്ചയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇമാം ഹസൻ റഹ്മത്തുള്ളാഹിയാണ് പ്രകാരം പറഞ്ഞിട്ടുള്ളത്.
അതേപോലെ തന്നെ ഫറ റഹ്മഹുല്ല ഈ രീതിയിൽ തന്നെ പറയുന്നതായി കൊണ്ട് കാണാം ഫിർത്തിഫ ഇബഅദർത്തിഫ, അഥവാ ഉയർച്ചയുടെയും ഉയർച്ച എന്നൊരു വിശദീകരണം നൽകിയതായി കാണാം. വസ്സാബിഉ ഏഴാമത്തേത് അന്നഹു അഅ്ലൽ അംകിനതി ഖാലഹു സുജാജ്. ഇമാം സുജാജ് റഹ്മഹുല്ല പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന പ്രദേശം എന്നുള്ള രീതിയിൽ തന്നെ അതിന് അർത്ഥം നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. അത് ഇപ്രകാരം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളിൽ ധാരാളമായി വിശദീകരിച്ച് വഴിതെറ്റിപ്പോകേണ്ട ആവശ്യവുമില്ല. മറിച്ച് ഖുർആനിലൂടെയും ഹദീസിലൂടെയും എന്താണോ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് അത് അതേ രീതിയിൽ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോൾ ഓരോരുത്തരും ഹദീസും വിശുദ്ധ ഖുർആനുള്ള വചനങ്ങളുമെല്ലാം ചേർത്ത് വെച്ച് ഓരോരുത്തരും മനസ്സിലാക്കുന്ന നിഗമനങ്ങൾ മാത്രമാണ് ഈ രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. അതിനുശേഷം ഇബ്നു കസീർ റഹ്മഹുല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ രീതിയിൽ ചർച്ച നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അൻ ഹിലാൽ ഇബ്നു യസാഫിൻ റളിയല്ലാഹു തആല അൻഹു ഖാല സഅല ഇബ്നു അബ്ബാസിൻ കഅബൻ. അഥവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നതായിക്കൊണ്ട് ഹിലാൽ ഇബ്നു യസാഫ് റഹിമഹുല്ല അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. വഅന ഹാദിർ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അൻ സിജ്ജീൻ, സിജ്ജീനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. ആരാണ് ചോദിക്കുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ തിരിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഖാല ഹിയൽ അർദു സാബിഅ, അഥവാ 7 ഭൂമിയുടെയും അടിയിലാണുള്ളത്. വഫീഹ അർവാഹുൽ കുഫാർ, അവിടെയാണ് കുഫാറുകളുടെ അർവാഹുകൾ ഉള്ളത്, അവരുടെ ആത്മാവുകൾ അവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ശേഷം കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, വസഅലഹു അൻ ഇല്ലിയീൻ, എന്താണ് ഇല്ലിയീൻ, അതിനെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഫഖാല ഹിയ സമാഉ സാബിഅ, അത് 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. വഫീഹ അർവാഹുൽ മുഅ്മിനീൻ, അവിടെയാണ് അർവാഹുൽ മുഅ്മിനീൻ ഉള്ളത്, മുഅ്മിനീങ്ങളുടെ ആത്മാവുകൾ അവിടെയാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇബ്നു കസീർ റഹ്മഹുല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയുകയാണ്, വല്ലാഹിർ, അതിൽ പ്രകടമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നൽ ഇല്ലിയീൻ മഅഖൂദും മിനൽ ഉലുവ്, ഇല്ലിയീൻ എന്നുള്ള പദം അതിന്റെ ഭാഷാപരമായുള്ള ചർച്ച നോക്കുകയാണെങ്കിൽ അത് ഉലുവ് എന്ന പദത്തിൽ നിന്നാണ് അത് ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഉലുവ് എന്ന് പറഞ്ഞാൽ ഉയർച്ച അല്ലെങ്കിൽ മുകൾ ഭാഗം എന്നൊരർത്ഥമാണ് അതിന് വരിക മലയാളത്തിൽ. വകുല്ലമാ അല ശൈഉ വർതഫഅ അദമ വത്തസഅ, അഥവാ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗവും വിശാലമായി നിൽക്കുന്നതുമായ ഒരു കാര്യത്തെയാണ് ഉലുവ് എന്ന് പറയുന്നത് അറബിയിൽ. വലിഹാദാ ഖാല മുഅല്ലമൻ അംറഹു വമുഫഖമൻ ശഅനഹു, അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ സംബന്ധിച്ച് ഇപ്രകാരം ഉയർന്നു നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ ആത്മാവ് നിലകൊള്ളുന്നത് ഏറ്റവും ഉയർച്ചയിലായിരിക്കും എന്ന് അവരെ ആദരിച്ചു കൊണ്ടുകൂടിയാണ് അപ്രകാരം അല്ലാഹു ഇല്ലിയൂൻ എന്ന പരാമർശം നടത്തിയിട്ടുള്ളത്. ഇല്ലിയൂനിൽ അവരുടെ ആത്മാവിനെ എത്തിച്ചിട്ടുള്ളതും എന്നാണ്. അതൊരു ആദരവിന്റെ ഭാഗം കൂടിയാണ് എന്നർത്ഥം. ശേഷം വിശുദ്ധ ഖുർആനിൽ തന്നെ അത് പറയുന്നുണ്ട്, വമാ അദ്റാക മാ ഇല്ലിയൂൻ, ഇല്ലിയൂൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് താങ്കൾക്ക് അറിയാമോ? സുമ്മ ഖാല മുഅക്കിദൻ ലിമാ കതബ ലഹും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ശേഷമുള്ള വചനത്തിൽ പറയുന്നുണ്ട്, കിതാബുൻ മർഖൂം, അത് എഴുതപ്പെട്ടൊരു ഗ്രന്ഥമാകുന്നു എന്ന് അല്ലാഹു പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം യശ്ഹദുഹുൽ മുഖറബൂൻ, മുഖറബീങ്ങളായുള്ള സാമീപ്യം നൽകപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മലക്കുകൾ അവർ അതിനെ സാക്ഷികളാവുകയും ചെയ്യുന്നതാണ്. അതെല്ലാം തന്നെ മുഅ്മിനീങ്ങളോടുള്ള ഒരു ആദരവിന്റെ ഭാഗം കൂടിയാണ് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അഥവാ മുഖറബീങ്ങളായുള്ള ഏറ്റവും സാമീപ്യം നൽകപ്പെട്ടവരായ മലക്കുകൾ അതിന് സാക്ഷി നിൽക്കും അല്ലെങ്കിൽ അവരുടെ അരികിൽ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അത് മുഅ്മിനീങ്ങളെ ആദരിക്കുവാൻ തന്നെയാണ്. അതേപോലെ തന്നെ ഇല്ലിയൂനിലാണ് ഉള്ളത് എന്ന് പറയുമ്പോഴും ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് അവരുടെ ആത്മാവ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതും അതും ആ മുഅ്മിനീങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് എന്നുകൂടി അതിലൂടെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവസാനമായിക്കൊണ്ട് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല പറയുന്ന കാര്യങ്ങൾ കൂടി നോക്കാം. ഫയഖൂലു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന കിതാബൽ അബ്റാർ ലഫീ ഇല്ലിയീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഹാദ മുഖാബിലുൻ, അത് തൊട്ടു മുമ്പ് നമ്മൾ വിശദീകരിച്ച 7ാമത്തെ വചനത്തിന്റെ വിപരീതം കൂടിയാണ്. ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ എന്ന വചനത്തിന്റെ വിപരീതമാണ്. എന്ന് പറഞ്ഞാൽ തെമ്മാടികൾ എന്നർത്ഥം, നിഷേധിച്ച് നടക്കുന്നവർ. അവരുടെ നേരെ വിപരീതമാണ് അൽ അബ്റാർ, പുണ്യവാന്മാർ എന്നുള്ളത്. അതേപോലെ തന്നെ ഫുജ്ജാറുകളുടെ ആത്മാവ് നിലകൊള്ളുന്ന സ്ഥലമാണ്.
അഥവാ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. അതിൻ്റെ നേരെ വിപരീതമാണ് ഇല്ലിയീൻ, ഏറ്റവും ഉയർന്ന പ്രദേശം. അത് മുഅ്മിനീങ്ങളുടെ ആത്മാവ് നിലകൊള്ളുന്ന സ്ഥലവും. അപ്പോൾ രണ്ടും നേരെ വിപരീതമാണ് എന്നാണ്. അതാണ് അദ്ദേഹം ശേഷം പറഞ്ഞത്, ഫകിതാബുൽ ഫുജ്ജാർ ഫി സിജ്ജീൻ ഫി അസ്ഫലിൽ അർള്, ഭൂമിയുടെ ഏറ്റവും താഴ്ഭാഗത്താണ് ഫുജ്ജാറുകളുടെ ഗ്രന്ഥങ്ങളുള്ളത്, അവരുടെ ആത്മാവുകളുള്ളത്. കിതാബുൽ അബ്റാർ എന്നാൽ അബ്റാർമാരുടേതാകട്ടെ ഫി ഇല്ലിയീൻ ഫി അഅ്ലൽ ജന്ന, സ്വർഗത്തിൻ്റെയും ഏറ്റവും ഉയർന്ന ഭാഗത്തുള്ള പ്രദേശത്താണ് അവരുടേത് ഉള്ളത്. ഐ ഇന്നഹും ഫീ ഹാദൽ മക്കാനിൽ ആലി, അവർ ഏറ്റവും ഉയർന്ന പ്രദേശത്താണ്. ഖദ് കുതിബ ദാലിക ഇൻദല്ലാഹി അസ്സ വജൽ ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദി ബി 50,000 സന. ഇതെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 50,000 വർഷം എത്തിക്കുന്നതിൻ്റെ 50,000 വർഷം മുമ്പ് തന്നെ നിശ്ചയിച്ചു വെച്ച കാര്യവുമാകുന്നു. ഇനി അവസാനമായിക്കൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഇപ്രകാരം തന്നെയാണ്. ഫുജ്ജാറുകളുടെ ആത്മാവ് നിലകൊള്ളുന്നത് സിജ്ജിനിലാകുന്നു, അത് ഏറ്റവും താഴ്ഭാഗത്തുള്ള പ്രദേശമാകുന്നു. അതേപോലെ തന്നെ അബ്റാറുകളുടെ പുണ്യവാന്മാരുടെ ആത്മാവ് നിലകൊള്ളുന്നത് അത് ഏറ്റവും ഉയർന്ന പ്രദേശമായ ഇല്ലിയൂനിലുമാകുന്നു. അവസാനമായിക്കൊണ്ട് ധാരാളമായി ചൂഴ്ന്നിറങ്ങുകയും അതെന്താണ് എന്ന് ആഴത്തിൽ പഠിക്കുകയും ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അമാനി മൗലവി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായിക്കൊണ്ട് നമുക്ക് കാണാം, സിജ്ജീനിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇല്ലീനെ കുറിച്ചും സൂക്ഷ്മമായും നമുക്കൊന്നും അറിഞ്ഞുകൂടാ. സ്വർഗമാണെന്നും വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു പ്രത്യേക സ്ഥാനമാണെന്നും മറ്റും പറയപ്പെടുന്നു. അതിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവർ അഥവാ സ്ഥാനികളായ മലക്കുകൾ സന്നിഹിതരായിരിക്കുമെന്ന് പറഞ്ഞത് തങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് അള്ളാഹുവിങ്കലുള്ള ആദരണീയ സ്ഥാനമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പൊ അത്രേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ധാരാളമായി കൊണ്ട് ചൂഴ്ന്ന് അന്വേഷിച്ച് പഠിക്കേണ്ട വിഷയമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കുക. ബുദ്ധി കൊടുത്ത് ചിന്തിക്കേണ്ട ഭാഗത്ത് മാത്രം ആ രീതിയിൽ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക. അതിന്റെ അപ്പുറം ധാരാളം ഖുർആനിനും ഹദീസുകൾക്കും വിപരീതമായ ആശയം ഫലം ചെയ്യുന്നതിൽ നിന്നും രീതിയിലുള്ള ചിന്തകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുവാനും പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.